റാൻഡം വേരിയബിൾസിൻ്റെ മൊമെൻറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ചില റിസൾട്ടുകളാണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം അബ്സല്യൂട്ട് മൊമെൻറ്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ഡെഫിനിഷൻ. Absolute moment of a random variable. Let alpha be a positive real number and let capex be a random variable. Then the alpha absolute moment of the random variable x is denoted by the symbol beta sub alpha and is given by beta sub alpha equal to expectation of mod x power alpha provided it exists. Okay. അപ്പോൾ mod x power alphയുടെ എക്സ്പെക്റ്റേഷനെയാണ് എന്തെന്ന് പറയുക, ആൽഫ അബ്സല്യൂട്ട് മൊമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൽഫ ഏത് പോസിറ്റീവ് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. ഈ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അബ്സല്യൂട്ട് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത കഴിഞ്ഞ് നമുക്ക് ഈ ബീറ്റ ആൽഫ അഥവാ ഈ അബ്സല്യൂട്ട് മൊമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഡിറൈവ് ചെയ്യുന്നതാണ് അടുത്ത റിസൾട്ടിൽ നമ്മൾ പറയുന്നത്. See, this is the result. Let x be a random variable on a probability space omega sp and let alpha be a positive real number. Then alpha absolute moment, expectation of mod x power alpha is equal to alpha times integral 0 to infinity x to the power alpha minus 1 into probability of the event mod x bigger than small x dx. ഇവിടെ ആൽഫയും ഇൻഫിനിറ്റിയും സിമ്പിൾ അങ്ങോട്ട് മാറിപ്പോയത്. ഓക്കെ, സോ ആൽഫ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോസിറ്റീവ് റിയൽ നമ്പറാണ്. ആൽഫ അബ്സല്യൂട്ട് മൊമെൻറ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം, ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സി, ഇവിടെ മോഡ് എക്സ് പവർ ആൽഫ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ് നമുക്കറിയാം. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ, സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓർ ഇൻ ടേംസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് എഴുതാം. സോ ദ എക്സ്പ്രഷൻ ഈസ് ഗിവൺ ബൈ, since mod x power alpha is non-negative, we have expectation of mod x power alpha equal to integral 0 to infinity probability of the event mod x power alpha bigger than x, right? So this is the simplified expression for the expectation. അപ്പോൾ മോഡ് എക്സ് പവർ ആൽഫയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ റിക്വയർഡ് എക്സ്പ്രഷനിലേക്ക് എത്താൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. പുട്ട് ഓക്കെ, സോ ദിസ് ഇസ് സെയിം ആസ്, സോ ദാറ്റ് ഈസ് സെയിം ആസ്, see the right side is same as integral 0 to infinity probability of mod x power alpha bigger than x is equivalent to probability of mod x bigger than x to the power 1 by alpha. They are same. Okay, they are same dx. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്സ് പവർ 1 ബൈ ആൽഫയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് എക്സ് പവർ 1 ബൈ ആൽഫ ഈക്വൽ ടു വൈ. ദറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൈ പവർ ആൽഫ. ദറ്റ് മീൻസ് ഡി എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു വൈ പവർ ആൽഫ മൈനസ് 1 ടൈംസ് ഡി വൈ. And what about the limits? There is no change on the limits, because as x goes to 0, y also goes to 0, and as x goes to infinity, y also goes to infinity. So there is no change on the limits. So integral 0 to infinity probability of mod x bigger than x to the power 1 by alpha is y, dx is alpha into y to the power alpha minus 1 dy. നോക്കുക, അത് തന്നെയല്ല നമുക്ക് ആവശ്യമുള്ള എക്സ്പ്രഷൻ. സോ ആൽഫ സ്കെയിലർ ആയതുകൊണ്ട് നമുക്കത് ഇൻ്റഗ്രലിൻ്റെ പുറത്ത് എഴുതാം. ദാറ്റ് ഈസ് ആൽഫ ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി y to the power alpha minus 1 into probability of the event mod x bigger than y dy. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ഈ എക്സ്പ്രഷൻ. ഇവിടെ y എന്ന് പറയുന്നതിന് ഒരു ഡമ്മി വേരിയബിളായിട്ട് റീപ്ലേസ് ചെയ്താൽ x തന്നെ ആയിട്ട് എഴുതാൻ പറ്റും. സോ that means expectation of mod x power alpha is alpha times integral 0 to infinity x to the power alpha minus 1 into probability of the event mod x bigger than x dx. Okay, so we have proved. So this is a useful relation. Mod x power alpha അഥവാ ആൽഫ അബ്സല്യൂട്ട് മൊമെൻറ്റിൻ്റെ ഫോർമുല, ഈ ഫോർമുല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. നമ്മൾ പല തിയറത്തിലും ഈ എക്സ്പ്രഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റും. See, next result is, if the moment of order t exists for a random variable x, where t is of course a positive real number,
then moment of order s exists for every s with 0 less than s less than t. ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ റിസൾട്ട് പറയുന്നത്? ഒരു ഓർഡറിൽ ടി ഓർഡറിലുള്ള ഒരു റാൻഡം വേരിയബിളിന് ടി ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടിയേക്കാളും താഴെ ഓർഡറുള്ള എല്ലാ ഓർഡറിലും മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ ഇഫ് ഫോർ എക്സാമ്പിൾ ടി ഈക്വൽ ടു 2 ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 വരെ ഉള്ള എല്ലാ റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഏത് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ ഓർഡറിലുള്ള എല്ലാ മൊമെൻറ്റുകളും എക്സിസ്റ്റ് ചെയ്യും. സോ ഇൻ പെർട്ടിക്കുലർ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ മൊമെൻ്റ് അഥവാ മീൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ഓർഡർ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹാഫ് ഓർഡർ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും. 3/2 ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദിസ് റിസൾട്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഓർഡറിലുള്ള മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിയൽ നമ്പർ വരെയുള്ള ഏത് ഓർഡറിലും മൊമെൻറ്റുകൾ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഗിവൺ ദാറ്റ് moment of order t exists means expectation of mod x power t exists. ഓക്കെ, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫൈനൈറ്റ് നമ്പർ ആണ് എന്നർത്ഥം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടെ അസ്യൂം ചെയ്യാം. ഈ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെന്ന് കൂടെ അസ്യൂം ചെയ്യാം. സോ ലെറ്റ്സ് സപ്പോസ് ദാറ്റ് x is continuous. Okay, x is of continuous type with a PDF f. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം എന്താണ്? ഈ ടിയേക്കാളും ചെറിയ ഏത് പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ ഓർഡറിൽ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. സോ ടേക്ക് എ പോസിറ്റീവ് റിയൽ നമ്പർ വിച്ച് ഇസ് സ്മോളർ ദാൻ ടി. സോ ലെറ്റ് എസ് ബി എ പോസിറ്റീവ് നമ്പർ വിച്ച് ഇസ് സ്മോളർ ദാൻ ടി. ഓക്കെ, വി വാണ്ട് ടു ഷോ ദാറ്റ് നമുക്ക് എന്ത് ഷോ ചെയ്യണം? വി വാണ്ട് ടു ഷോ ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ എസ് ഈസ് ഫൈനൈറ്റ്. അതായത് എസ്ത് ഓർഡർ മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. So we consider that expectation of mod x power s. How do we find this? By definition, this is integral mod x power s. അതായത് mod x power s എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂസ്, അതാണ് സ്മോൾ ലെറ്റർ mod small x whole power s എന്ന് പറയുന്നത്. They are precisely the values produced by this random variable. Okay, into the density of the random variable x. Okay, ഇതാണല്ലോ ബേസിക് ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ്റെ. ആൻഡ് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഇൻ ദി full range of x. Okay, so integration over x or from -infinity to +infinity. Okay, ഇനി ഈ ഇൻ്റഗ്രലിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഈ -infinity to +infinity എന്ന് പറയുമ്പോൾ ഈ mod x power s നോൺ സീറോ വാല്യൂ എടുക്കുന്ന വാല്യൂസ്, mod x power s പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡൊമൈനെ രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു as follows. Okay, so I splitted the domain of the integration into two disjoint region. Mod x power s less than or equal to 1 ആവുന്ന x values, അതുപോലെ mod x power s bigger than 1 ആവുന്ന. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മൊത്തം റേഞ്ച് ആയിട്ട് മാറുമല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഇൻ്റഗ്രലിനെ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻ്റഗ്രലും ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണ്, അഥവാ ഈ എക്സ്പ്രഷൻ ഫൈനൈറ്റ് ആണെന്ന് പറയാം. അതാണ് നമുക്ക് വേണ്ടത്. Now look at the first integrand. ഫസ്റ്റ് ഇൻ്റഗ്രൻറ്റിൽ mod x പവർ s ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എനിക്ക് ഈ ഇൻ്റഗ്രൻ്റെ കൂടെയുള്ള ആ ഫാക്ടറിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൻറ്റ് എനിക്കൊരു ബൗണ്ട് പറയാം. ഓക്കെ, ഇതുപോലെയല്ല രണ്ടാമത്തെ ഇൻ്റഗ്രൽ എന്ത് പറയാം? mod x പവർ s. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അവിടെ ഇരിക്കട്ടെ. സോ ലെറ്റ്സ് ടേക്ക് ഇൻ്റഗ്രൽ 1 ആൻഡ് ഇൻ്റഗ്രൽ 2 സെപ്പറേറ്റ്ലി. So on the RHS of 1, the first integral has the first integral എങ്ങനെ എഴുതാം? Integral mod x power s less than or equal to 1 mod x power s into f of x dx. ഇതാണ് ഫസ്റ്റ് ഇൻ്റഗ്രൽ. ഇതിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയനിൽ mod x പവർ s ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആ ബൗണ്ട് ഇവിടെ ഉപയോഗിക്കാം. ബിക്കോസ് ഹിയർ mod x പവർ s ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 യൂസിങ് ദിസ് ഐഡിയ. പക്ഷേ വാട്ട് അബൌട്ട് ദ റൈറ്റ് സൈഡ് നൗ? റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷനെ പി ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. പി ഡി എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ
എന്താ നമുക്ക് കിട്ടുക? Precisely the probability of the underlined set or underlined event. Okay, so this is precisely probability of the underlined event. What is that event? Mod x power s less than or equal to 1. Okay, ഈ probability ആണ് നമുക്ക് വരിക. This means that this integral is finite. This means that integral over mod x power s less than or equal to 1 mod x power s into f of x dx is finite. Why? Because this is a finite quantity, because being probability it is a finite quantity. അപ്പോൾ ആദ്യത്തെ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണ് നമ്മൾ കാണിച്ചു. കൺസിഡർ ദ സെക്കൻഡ് ഇൻ്റഗ്രൽ. കൺസിഡർ ദ സെക്കൻഡ് ഇൻ്റഗ്രൽ. സെക്കൻഡ് ഇൻ്റഗ്രൽ ഏതാണ് സെക്കൻഡ് ഇൻ്റഗ്രൽ? സെക്കൻഡ് ഇൻ്റഗ്രൽ ഈസ് over the region mod x power s bigger than 1. Okay, so integral over mod x power s bigger than 1 of mod x power s into f of x dx. Okay, ഇവിടെ mod x power s greater than 1 ആണ്. നമ്മുടെ എസും ടിയും തമ്മിലുള്ള കണക്ഷൻ 0 ലെസ് ആൻ എസ് ലെസ് ആൻ ടി ആണ്. അപ്പോൾ mod x power s ബിഗർ ദാൻ 1 ആണെങ്കിൽ ഉറപ്പായിട്ടും mod x power t mod x power s-നേക്കാളും ബിഗർ ആയിരിക്കും. So this implies that mod x power t is bigger than mod x power s. Okay, bigger than 1. അപ്പോൾ എനിക്ക് ഇവിടെ ഈ mod x power s-നെ mod x power t വെച്ച് ബൗണ്ട് ചെയ്യാം. So this is less than mod x power t into f of x dx, integrating over the region mod x power s bigger than 1. ഇനി നോക്കൂ, ഇവിടെയുള്ള ഈ എക്സ്പ്രഷൻ എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് എ പാർട്ട് ഓഫ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power t അല്ലേ? mod x power t-യുടെ ഡെഫിനേഷൻ പ്രകാരം ദിസ് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് mod x power t into f of x dx, ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. ഈ ഇൻ്റഗ്രേഷൻ്റെ ഒരു പാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്ന ഇൻ്റഗ്രൽ. അപ്പോൾ ഇതിനെ mod x power s ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1-ലും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ നമുക്ക് പ്രിസൈസ്ലി ഏത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power t കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power t-യേക്കാളും ചെറുതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay, from the definition of expectation of mod x power t we can see that this is smaller than expectation of mod x power t. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power t ഫൈനൈറ്റ് ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് ഫൈനൈറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സെക്കൻഡ് ഇൻ്റഗ്രൽ ഈസ് ഓൾസോ ഫൈനൈറ്റ്. സോ ദിസ് മീൻസ് സെക്കൻഡ് ഇൻ്റഗ്രൽ ഈസ് ഓൾസോ ഫൈനൈറ്റ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ഇൻ്റഗ്രലും സെക്കൻഡ് ഇൻ്റഗ്രലും ഫൈനൈറ്റ് ആണ്. ദെർഫോർ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power s is a finite quantity, means expectation of mod x or sth moment. Okay, sth moment of x is okay, where what is s? 0 less than s less than t. അപ്പോൾ ടീത്ത് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടീത്ത് ഓർഡർ മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടിയേക്കാളും ചെറിയൊരു പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ ഓർഡറിലും മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റിസൾട്ട് ഈസ് കോൾഡ് മൊമെൻറ്റ്സ് ലെമ്മ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. മൊമെൻറ്റ്സ് ലെമ്മ പറയുന്നത് എന്താണ്? ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഓൺ എ പ്രോബബിലിറ്റി സ്പേസ് ഒമേഗ എസ് പി, ദെൻ ആൽഫാത്ത് അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് if and only if this series is a convergent series. Sigma probability of mod x bigger than n power 1 by alpha is finite എന്ന് പറഞ്ഞാൽ ഈ സീരീസ് കൺവെർജൻ്റ് ആണ്. അപ്പോൾ ആൽഫാത്ത് അബ്സല്യൂട്ട് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസ് കൺവെർജൻ്റ് ആണ്. നേരെ തിരിച്ച് ഈ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ ആൽഫാത്ത് മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ആദ്യം നമുക്ക് എക്സ്പെക്റ്റേഷൻ ഫൈനൈറ്റ് ആണ് എന്ന് എടുക്കാം. സോ ഫോർ ദ പ്രൂഫ്, suppose that expectation of mod x power alpha is finite. ആൽഫയും ഇൻഫിനിറ്റിയും തമ്മിൽ അങ്ങോട്ട് മാറിപ്പോരുതേ. ഓക്കെ, സോ ഇത് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? എക്സ്പെക്റ്റേഷൻ ഓഫ് mod x power alpha ഈസ് ഫൈനൈറ്റ് മീൻസ് ഇൻ്റഗ്രൽ, ഇതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കറിയാമല്ലോ, ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാമല്ലോ, ഇൻ്റഗ്രൽ 0 to infinity probability
കാരണം ഇതൊരു പോസിറ്റീവ് നോൺ നെഗറ്റീവ് റാൻഡം വേരിയബിൾ ആണല്ലോ. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ കാണുന്നത്? പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് mod x പവർ ആൽഫ ബിഗർ ദാൻ എക്സ്. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും ഈ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ആണെങ്കിൽ 0 to ഇൻഫിനിറ്റിയിൽ ഉള്ള ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റിയും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് 1 to ഇൻഫിനിറ്റി ഞാൻ എടുത്തത്? കാരണം സീരീസിൻ്റെ കൺവെർജൻസും ഇൻ്റഗ്രൽ ടെസ്റ്റും തമ്മിൽ, ഈ ഇൻ്റഗ്രലും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഇൻ്റഗ്രൽ ടെസ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം. സീരീസിൻ്റെ കൺവെർജൻസിനുള്ള ഇൻ്റഗ്രൽ ടെസ്റ്റ് ഓർമ്മയിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പാസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് ആവശ്യം ഈ സീരീസ് കൺവെർജൻ്റ് ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് mod x പവർ ആൽഫ ബിഗർ ദാൻ എക്സ് എന്ന് പറയുന്നത് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് സെയിം ആസ്, ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി probability of the event mod x bigger than x to the power 1 by alpha dx is finite. Okay, this is finite. അത് ഇവിടെ തന്നെ എഴുതായിരുന്നു. ഓക്കെ, നോക്കൂ, ഇപ്പോൾ ഇൻ്റഗ്രൽ 1 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് പവർ 1 ബൈ ആൽഫ ഡി എക്സ് ഇതൊരു കൺവെർജൻ്റ് ഇൻ്റഗ്രലാണ്. ഇത് കൺവെർജൻ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇത് nth ടേം ആയിട്ട് വരുന്ന സീരീസും കൺവെർജൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദി integral test for convergence of a series. So this implies that sigma probability of mod x bigger than n to the power 1 by alpha, n from 1 to infinity, is also finite. Means this series is convergent. എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്തത്? by using integral test, the integral test for the convergence of a series, for the convergence of series of real numbers, okay. So first part is proved. അതായത് ഈ എക്സ്പെക്റ്റേഷൻ ആൽഫാത്ത് അബ്സല്യൂട്ട് മൊമെൻറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഈ സീരീസ് കൺവെർജൻ്റ് ആണ് എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് ഈ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ ഈ ആൽഫാത്ത് മൊമെൻറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കണം. So conversely suppose that the series is convergent. Sigma probability of the event n from 1 to infinity, ഇതൊരു ന്യൂമറിക്കൽ സീരീസ് ആണ്. ഓക്കെ, സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇത് കൺവെർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇത് കൺവെർജൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രകാരം എന്ത് വരും? സോ ബൈ ഇൻ്റഗ്രൽ ടെസ്റ്റ് ഇത് ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ഈ ടേമിലെ എന്നിനെ മാറ്റി എക്സ് ആക്കണം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് പവർ 1 ബൈ ആൽഫ ഡി എക്സ്, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1 to ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇംപ്രോപ്പർ ഇൻ്റഗ്രലും കൺവെർജ് ചെയ്യും. ഓക്കെ, സോ ഈ ഇൻ്റഗ്രലും കൺവെർജൻ്റ് ആണ്. സോ ഇവിടെ 1 to ഇൻഫിനിറ്റിയെ 0 to ഇൻഫിനിറ്റി ആക്കാമല്ലോ. ഒരു 0 to 1 ഇതേ ക്വാണ്ടിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കെന്ത് കിട്ടും? ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതും ഫൈനൈറ്റ് ആണ്. ഓക്കെ, കാരണം ഈ ക്വാണ്ടിറ്റി ഫൈനൈറ്റ് ആണ്. മാത്രമല്ല ഈ ക്വാണ്ടിറ്റി ഓൾറെഡി ഫൈനൈറ്റ് ആണ്. വൈ? ബിക്കോസ് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ബൗണ്ടഡ് ഇൻ്റർവൽ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. ആദ്യത്തെ ഇൻ്റഗ്രൽ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. സോ ഈ സം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് ടു ദ പവർ 1 ബൈ ആൽഫ ഡി എക്സ്, ദാറ്റ് ഈസ് ഫൈനൈറ്റ്. അതാണ് നമുക്ക് കിട്ടിയത്, അത് ഫൈനൈറ്റ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് പവർ ആൽഫ. നമുക്കൊന്നുകൂടെ എഴുതാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, ദിസ് ഇസ് സെയിം ആസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് പവർ ആൽഫ greater than x dx is finite. That is expectation of mod x power alpha is finite. So we have proved. Okay, so both implications are proved.
So Moment's lemma says that alpha moment exists if and only if the corresponding series with the term nth term probability of mod x bigger than n power 1 by alpha is a convergent series. Okay. അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബബിലിറ്റി ദാറ്റ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് ഇതൊക്കെയാണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഈ ടൈപ്പിലുള്ള പ്രോബബിലിറ്റീസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇതിൻ്റെ വേരിയൻസ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് മോഡ് എക്സ് ബിഗർ ദാൻ എക്സ് ഈസ് ഈക്വലൻ ടു എക്സ് ഈസ് ബിഗർ ദാൻ എക്സ് ഓർ എക്സ് ഈസ് സ്മോളർ ദാൻ നെഗറ്റീവ് എക്സ്. ഇതിൻ്റെ വേരിയൻസ് ആണ് ഇത്. ഓക്കെ. സോ ഈ ടൈപ്പ് പ്രോബബിലിറ്റീസിനെ ടെയിൽ പ്രോബബിലിറ്റീസ് എന്നാണ് പറയുക. ഓക്കെ. അതായത് probability that x bigger than x and probability that x less than negative x, they are called tail probabilities. Okay, so x be a random variable on a probability space omega is p, then the probabilities of the type probability that mod x bigger than x or either of its components, probability that x bigger than x or probability that x less than negative x, are called tail probabilities. ഇനി tail probabilitiesന്റെ പ്രത്യേകത നോക്കാം. See, consider probability that mod x bigger than n. Okay, as n tends to infinity, what happens as n tends to infinity for this? നമുക്ക് നോക്കാം. We know that probability that mod x bigger than n plus ഇതിൻ്റെ കോംപ്ലിമെൻ്ററി പ്രോബബിലിറ്റി ആണ് probability that mod x less than or equal to n. ഇത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, we know this. Okay, also we know that integral minus infinity to positive infinity f of x dx, assume that x is continuous type with the pdf f, so integral minus infinity to positive infinity f of x dx, this is 1. Okay, ഇതിനെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഇൻ്റഗ്രൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ മൈനസ് n to n f of x dx and take limit as n goes to infinity. ഇത് തന്നെയാണ് ഈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇത് കൺവെർജൻ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കിങ്ങനെ ഇതിനെ കമ്പ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് ലിമിറ്റ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി integration over the region mod x less than or equal to n of the pdf f of x dx equal to 1. ഇനി നമുക്കറിയാം ഇൻ്റഗ്രേഷൻ പി ഡി എഫിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ആണ് കിട്ടുക. സോ ദിസ് ഗിവ്സ് ദാറ്റ് ലിമിറ്റ് ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഈസ് 1. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ tends to 1 as n tends to infinity. So what happens to this tail probability that mod x bigger than n, that goes to 0. കാരണം ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ this is true for every n. So as n goes to infinity, this second factor goes to 1. So the first factor must goes to 0. കാരണം ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. So taking limit as n goes to infinity in 1, we have limit as n goes to infinity probability of the tail probability mod x bigger than n plus limit as n goes to infinity probability of the complementary probability mod x less than or equal to n, that should be equal to 1. So this implies that limit as n goes to infinity probability that mod x bigger than n plus this is 1 equal to 1. So this gives that limit as n goes to infinity probability of mod x bigger than n is 0. That means the tail probabilities mod x bigger than n goes to 0 as n goes to infinity. Okay, tail probabilities in the pratyadayana, tail probability goes to 0 for any random variable. The tail probability goes to 0 as n goes to infinity. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇനി ഈ സീറോയിലേക്ക് ഇത് എത്ര ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും, എത്ര ഫാസ്റ്റായിട്ടാണ് ടെൻഡ് ചെയ്യുക അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റിസൾട്ടുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.